എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ കൊനഹമാരു അവനാണെങ്കിൽ ഹൊക്കാഗയുടെ മാൻഷനിലേക്ക് വരികയാണ്. അവിടെ ഇപ്പോഴാണെങ്കിൽ ഷിക്കമരു ആയിരിക്കും ഹൊക്കാഗയുടെ ചെയറിലുണ്ടാവുക. കൊനഹമാരു ചോദിക്കും, നമ്മുടെ നറൂട്ടോ ഹൊക്കാഗ ആളെവിടെ പോയി? അതിന് ഷിക്കമരു പറയും, നറൂട്ടോയ്ക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ അവൻ വരുന്നതിനുള്ളിൽ എനിക്ക് ചില വർക്കുകൾ അവന് ചെയ്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം. സോ ഞാൻ അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൊനഹമാരു അവനടുത്തുണ്ടായിരുന്ന ഒരു ഫയല് കയ്യിലെടുക്കും. ഉടനെ ഷിക്കമരു, ഇത് ചുനീൻ എക്സാമിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ആണ്. സോ നീ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. എക്സാം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാവും. സോ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നീ കൂടെ ചേർന്ന് വേണം ചെയ്യാനായിട്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കൊനഹമാരു അവനിപ്പോ വോർഡിന്റെയും ഷിനോയുടെയും മോഗിയുടെ അടുത്തേക്ക് വരും. കൊനഹമാരു പറയും, ഇത്തവണ എക്സാം വളരെ ടഫാണെന്നാണ് തോന്നുന്നത്. മാത്രമല്ല എക്സാമിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഉടനെ കൊനഹമാരു, നമുക്കിപ്പോ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ജനറേഷനിലെ കുട്ടികൾ അവർ നമ്മളെ പോലെയല്ല, ഭയങ്കര കുരുത്തക്കേടാണ്. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. മറ്റുള്ള ഗ്രാമത്തിലെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ കണ്ട് മിക്കവാറും ഷോക്കാവും. കാരണം നമ്മുടെ സ്റ്റുഡൻസ് അവരൊട്ടും ഒബീഡിയന്റ് അല്ല. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ നാണക്കേട് നമുക്കും നമ്മുടെ ഗ്രാമത്തിനുമായിരിക്കും. അത് കേട്ട് ഷിനോ അവൻ ഷോക്കാവും. അതിനുശേഷം എൻട്രൻസ് സെറിമണിയിൽ ബൊറൂട്ടോ ഒപ്പിച്ച ആ ഒരു കാര്യം അത് ആലോചിക്കാൻ തുടങ്ങും. എൻട്രൻസ് സെറിമണിയിൽ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഒരു ട്രെയിനിന്റെ ബോഗിയിലായിരിക്കും അവിടേക്ക് വരിക. ട്രെയിനിന്റെ ബോഗി അതങ്ങനെ ഫുൾ സ്പീഡിൽ പാഞ്ഞു വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചുമരും നറൂട്ടോയുടെ ശില്പവും എല്ലാം തകർത്തായിരിക്കും താഴേക്ക് ലാൻഡ് ചെയ്യുക. അവസാനം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊനഹമാരുമാണ് അതിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സിനെ പതിയെ പതിയെ താഴത്തേക്ക് ഇറക്കിയത്. കട്ട് ചെയ്ത കൊനഹമാരു അവൻ പറയും, അത്രയും ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ആ ഒരു ചുമരും നറൂട്ടോയുടെ പ്രതിമയും അത് ശരിയാക്കാൻ ആരാണ് ക്യാഷ് തന്നത്? അതിന് വൂഡൻ പറയും, അത് ക്യാമിനാരി കമ്പനി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. പെട്ടെന്ന് തന്നെ അത് ഓക്കെ ആക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ പ്രതിമയുടെ കേടുപാടൊക്കെ മാറ്റി അത് പഴയതുപോലെ ആക്കി. പക്ഷെ ഡെങ്കിക്കാണെങ്കിൽ അക്കാദമിയിൽ ചേരാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതിനുശേഷം ബൊറൂട്ടോ അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്താണ് വീണ്ടും ഇപ്പൊ അക്കാദമിയിലേക്ക് കൊണ്ടുവന്ന് അവൻ ഇത്രയും സ്മാർട്ടാക്കി എടുത്തത്. ഇതിന് മോഗിയാണെങ്കിൽ ഇപ്പൊ ഫുൾ കലിപ്പിൽ പറയും, അവർ രണ്ടുപേരും മാത്രമല്ല ഇവാബെ ഉണ്ട്. അക്കാദമിയിൽ വന്ന ഫസ്റ്റ് ഡേ ബൊറൂട്ടോയും ഇവാബയും തമ്മിലുണ്ടായ ഫൈറ്റ് ഒക്കെ നിങ്ങൾ മറന്നുപോയോ? അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും ഇവാബയും തമ്മിലുള്ള പൊരിഞ്ഞ ഫൈറ്റ് അതിപ്പോ കാണിക്കും. ആക്ച്വലി ഇവാബയ്ക്കാണെങ്കിൽ പഠിക്കാനുള്ള കഴിവില്ല, അവനെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഡെങ്കി അവനെ സ്നേഹത്തോടു കൂടെ അടുത്ത് വിളിച്ചിരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവനെ എക്സാമിൽ പാസ്സാക്കി. ബൊറൂട്ടോയും ഇവാബയും എപ്പോഴും പരസ്പരം വെല്ലുവിളിച്ച് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മോഗി പറയും, ആക്ച്വലി മെയിൻ വില്ലൻ അത് ബൊറൂട്ടോ ആണ്. അത് കേട്ട് കൊനഹമാരു ടെൻഷനാവും. അവൻ എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളൂ. മാത്രമല്ല ബാക്കിയുള്ള സ്റ്റുഡൻസിനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവന് പ്രത്യേക ആവേശമാണ്. അത് കേട്ട് ഷിനോ ആള് ചിരിക്കും. നമ്മുടെ സ്കൂൾ ബിൽഡിങ്, നമ്മുടെ അക്കാദമിയുടെ ബിൽഡിങ് അതുപോലും ഇടിഞ്ഞു വീഴാൻ കാരണക്കാരൻ ബൊറൂട്ടോ ആണ്. ബൊറൂട്ടോ ശരിക്കും ഒരു കുരുത്തം കെട്ട ചെക്കൻ തന്നെയാണ്. പക്ഷെ ഷിനോ മാസ്റ്ററിനാണെങ്കിൽ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഫണ്ണായിട്ടാണ് തോന്നുക. കാരണം അന്നൊരു ടാസ്ക് കൊടുത്തത് അത് ആക്ച്വലി ഷിനോ മാസ്റ്റർ ആണ്. ഗേൾസ് ടീമിനും ബോയ്സ് ടീമിനും ഒരു ഫ്ലാഗ് കാണിച്ചു കൊടുത്തു. അത് അക്കാദമിയുടെ മുകളിലാണ് ആള് ഫിക്സ് ചെയ്തിരുന്നത്. അത് ഏത് ടീം ആദ്യം എടുക്കുന്നോ അവരായിരിക്കും ഇതിൽ വിജയിക്കുക. ആക്ച്വലി ആ ബിൽഡിങ്ങില് ബോംബുകൾ സെറ്റ് ചെയ്തത് ഷിനോ തന്നെയാണ്. ഒരു റിയൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിരുന്നു അവനങ്ങനെ ചെയ്തത്. പക്ഷെ സ്റ്റുഡൻസ് ആണെങ്കിൽ ആള് വിചാരിച്ച ലെവലിൽ നിന്നില്ല. അവര് ഷുരിങ്കൻ, ടൈജിപ്സു അങ്ങനെ പല പല ജിപ്സ് ഉപയോഗിച്ച് പരസ്പര ആവേശത്തോടു കൂടെ ഏറ്റുമുട്ടി. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ 5-6 ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ കൊടി എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും ചോച്ചോ അവളാണെങ്കിൽ ഒരു സ്മോക്ക് ബോംബ് വലിച്ചെറിഞ്ഞ് ആ കൊടിയുടെ തൊട്ടടുത്തെത്തി. ബൊറൂട്ടോയ്ക്ക് നറൂട്ടോയുടെ അതേ സ്വഭാവം ആയതുകൊണ്ട് തന്നെ അവൻ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായില്ല. അവൻ സമറും ജിപ്സ് ഉപയോഗിച്ച് ന്യൂ ആനിമലിനെ അവിടെ ക്രിയേറ്റ് ചെയ്തു. കട്ട് ചെയ്ത വൂഡൻ അവൻ അത് കേട്ട് ഷോക്കാവും. നീ എന്താ പറയണേ? സമറും ജിപ്സു അത് ബൊറൂട്ടോ ക്രിയേറ്റ് ചെയ്തെന്നോ? അതിന് ഷിനോ പറയും, അതെ, അതെങ്ങനെയാണ് അവൻ ക്രിയേറ്റ് ചെയ്തെന്ന് അറിയില്ല, പക്ഷേ ബൊറൂട്ടോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഉടനെ കൊനഹമാരു പറയും, ബൊറൂട്ടോ പ്രതീക്ഷിച്ചതുപോലെ അവന്റെ സമരൻ ആനിമല് അത് വർക്കായില്ല. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയും തല്ലി തല്ലി കൊല്ലാനായിട്ട് തുടങ്ങി. അത് കണ്ട ഞാൻ സമരൻ ജിപ്സ് ഉപയോഗിച്ച് ആ ഒരു ആനിമലിന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞടിച്ച് അതിനെ കൊന്ന് തള്ളുമായിരുന്നു. ആക്ച്വലി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ആരും അറിയരുതെന്ന് കരുതി
ഇത്രയും കാലം മൂടി വെച്ചിരിക്കുകയായിരുന്നു. കാരണം ആ സമയത്ത് സായി അവൻ സീരിയസ് ആയിട്ട് ചില ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവൻ അറിയാനിടയായ അത് അക്കാദമിക്ക് വലിയ പേരുദോഷം ഉണ്ടാക്കും. ആ ഒരു ആനിമലിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് പോലും ഡാസോ ആണ്. നമ്മുടെ ഗ്രാമത്തെ നശിപ്പിക്കാനായി അവൻ ബാക്കി വെച്ചു പോയ ചിലതിലൊന്ന്. അതിനുശേഷം വേറെ വഴിയില്ലാതെ ലോർഡ് സിക്സും ബാരിയർ ടീമും അവരെല്ലാവരും ചേർന്നാണ് അതിനെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ആക്ച്വലി ആദ്യം ആ ആനിമലിനെ അതിനെ കൊണ്ടുവന്നത് ആ ക്ലാസ് റെപ്പ് പെണ്ണ് സുമിരയാണ്. അവൾ അതുപയോഗിച്ച് ഒരുപാട് പേരെ കൺട്രോൾ ചെയ്ത് പല പല ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിച്ചു. അതിന് ഷിനോ പറയും ആക്ച്വലി അവളൊരു നല്ല പെൺകുട്ടിയായിരുന്നു. അവളുടെ അച്ഛൻ ചെയ്തു വെച്ച ചില കാര്യങ്ങളുടെ ബാക്കി നിർഭാഗ്യവശാൽ അവൾക്ക് ചെയ്യേണ്ടി വന്നു എന്നൊരു തെറ്റ് മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി അവളുടെ ക്ലാസ് ടീച്ചറാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ സ്റ്റുഡൻസിനെ ഓരോരുത്തരെയും വ്യക്തമായിട്ട് അറിയാം. അവളൊരു നല്ല പെൺകുട്ടിയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾ ബോധ്യപ്പെടുത്തിയപ്പോ അവളും ഇപ്പോ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പോലെ തന്നെ ഗ്രാമത്തെ സ്നേഹിക്കുന്ന നല്ലൊരു പെൺകുട്ടിയായി മാറി. മാത്രമല്ല അവൾക്ക് ഒത്തിരി കഴിവുണ്ട്. ആക്ച്വലി പിന്നീടാണ് ഗേൾസും ബോയ്സും ഒക്കെ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായത്. നമ്മൾ കരുതും പോലെയല്ല നമ്മളെ കഴിഞ്ഞും പവറുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പോ നമ്മുടെ അക്കാദമിയിൽ പഠിക്കുന്നത്. ഷിക്കടയ്ക്കാണെങ്കിൽ ഷാഡോ പാരലൈസിങ് ജിപ്സു പവറാണ്. അവൻ ആ നാര ക്ലാനിലുള്ളതായതുകൊണ്ട് തന്നെ അവന്റെ പവർ അത് ഭയങ്കര സ്ട്രോങ് ആണ്. അവന്റെ അച്ഛൻ ഷിക്കമരുവിനും ഇതേ പവർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈനോജിനും അവന്റെ പപ്പയെ പോലെ തന്നെ നിഞ്ച ജിപ്സു സ്ക്രോള് അതുപയോഗിച്ച് അവനെ കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചോച്ചോയും ഒട്ടും മോശമല്ല. അവള് കാണാനും അച്ഛനെ പോലെ തന്നെയാണ്. അച്ഛന്റെ അതേ പവറാണ് അവൾക്കും കിട്ടിയിരിക്കുന്നത്. അതുപയോഗിച്ച് നല്ല ഫോഴ്സിലും പവറിലും അവൾക്ക് ഓപ്പണൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയും. ഏനോ ചിക്കോച്ചോ ഫോർമേഷൻ അതിപ്പോഴും നശിക്കാതെ മുൻപോട്ട് പോകുന്നു എന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളതെന്ന് ഷിനോ പറയും. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ചോച്ചോയുടെ അതേ സ്വഭാവമാണ്. അവൾക്കും ഏറ്റവും ഇഷ്ടം ഭക്ഷണം കഴിക്കാനാണ്. ഉടനെ ഷിനോ പറയും ഇവാബെ അവനും ആക്ച്വലി നല്ല പവർഫുള്ളായ നിഞ്ചയാണ്. പക്ഷേ പഠിത്തത്തിൽ മാത്രം ഒരല്പം പുറകോട്ടാണ്. പക്ഷെ അതിലുപരിയായിട്ട് എർത്ത് ജിപ്സും ഒക്കെ അവൻ അടിപൊളിയായിട്ട് ചെയ്യും. അവന്റെ ടീമിൽ തന്നെയുള്ള മറ്റൊരാളാണ് മെറ്റല്ലി അവന്റെ പപ്പയെ പോലെ തന്നെ ടൈ ജിപ്സുവില് ഒരു മാസ്റ്റർ തന്നെയാണ്. അവന്റെ പവറും സ്റ്റൈലും അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ആരും ഇന്ന് സ്റ്റുഡൻസ് ലിസ്റ്റിൽ ഇല്ല. പക്ഷെ അവന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അവൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നെർവസ് ആയി പോകും എന്നതാണ്. ഡെങ്കിക്കാണെങ്കിൽ ടെക്നിക്കലി നല്ല നോളജാണ്. അവനെ കൊണ്ട് പല കാര്യങ്ങളും ഈ ഒരു ജനറേഷനിലും വരാൻ പോകുന്ന ജനറേഷനിലും ചെയ്യാൻ കഴിയും. ടെക്നോളജി ബേസിൽ അവനെ ബീറ്റ് ചെയ്യാൻ ആരെ കൊണ്ടും കഴിയില്ല. ഇവാബയും ഡെങ്കിയും അവർ രണ്ടുപേരും ഒരുമിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബോണ്ടിങ് തന്നെ ഉണ്ടാക്കും. അവസാനമായിട്ട് ഇപ്പൊ കൊനഹമാര് പറയും എന്റെ ടീമിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ആവേശമാണ്. എന്നെ കഴിഞ്ഞും പവറും കഴിവും അതുപോലെ തന്നെ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ടീമിലുള്ളത്. എനിക്ക് ആക്ച്വലി അവരുടെ മാസ്റ്റർ ആവാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ടീമിലുള്ള ആദ്യത്തെ ആളാണ് മെയ്റ്റ്സിക. അവൻ സാക്ഷാൽ ഒറോച്ചിമാറുവിന്റെ മകനാണ്. ഒറോച്ചിമാറുവിനെ പോലെ തന്നെ അവന്റെ ബോഡിയിലും ഒരുപാട് പവറുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനും ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവന് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് സാറഡയും നമ്മുടെ ഗ്രാമത്തിലുള്ള നമ്പർ 1 ലിസ്റ്റിലുള്ള 2 പേരുടെ മകളാണ്. സാക്കുറയുടെയും സാസുകയുടെയും ഉച്ചിയ ക്ലാനിൽ തന്നെ ജീവിച്ചിരിക്കുന്ന 2 പേരിൽ ഒരുവളാണ് സാക്കുറ. അവളുടെ പപ്പയെ പോലെ അവൾക്ക് ശരീരം കണ്ടിന്റെ പവറുണ്ട്. അതുപോലെ തന്നെ അവളുടെ അമ്മ സാക്കുറ അവളുടേതുപോലെ തന്നെ അവൾക്ക് നല്ല പവറും അതുപയോഗിച്ച് ഈസി ആയിട്ട് അവൾക്ക് മറ്റുള്ളവരുടെ ഫൈറ്റിംഗ് ടെക്നിക്സും പവറും കണ്ടെത്താനും അവരെ ബീറ്റ് ചെയ്ത് തോൽപ്പിക്കാനും കഴിയും. അവസാനമായിട്ട് ബൊറൂട്ടോ അവനാണ് ഞങ്ങളുടെ ടീമിലെ തന്നെ ഹീറോ. നെഞ്ചിപ്സുലും ഗെഞ്ചിപ്സുലും ബൊറൂട്ടോ അവൻ നമ്പർ 1 ആണ്. അവൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിനുള്ള സൊല്യൂഷൻ അവൻ തന്നെ കണ്ടെത്തും. മാത്രമല്ല അവൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിനുള്ള സൊല്യൂഷൻ അവൻ തന്നെ കണ്ടെത്തും. മാത്രമല്ല മറ്റുള്ളവരുടെ പ്രശ്നം അത് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്താനും ബൊറൂട്ടോയ്ക്ക് കഴിയുമെന്ന് പറഞ്ഞ് ഇപ്പൊ മാസ്റ്റേഴ്സ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരും. കൊനഹമാര് പറയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ സ്റ്റുഡൻസ് അവരിപ്പോഴും മെച്യൂരിറ്റി ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ചുനിയൻ എക്സാമിൽ അവരെ ഇറക്കാൻ എനിക്ക് ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. മോഹിയും വൂഡനും പറയും ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ ടീംസിനെ ചുനിയൻ എക്സാമിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. കൊനഹമാരും ആണെങ്കിൽ വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ബൊറൂട്ടോയെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവർ ചെയ്ത ഓരോ മിഷൻസും ആലോചിക്കാൻ തുടങ്ങും. അവൻ പ്രായത്തിന് അതീതമായി ഓരോരോ വില്ലന്മാരെയും
തല്ലി തല്ലി കൊന്ന കഥകള് അതൊന്നൊന്നായിട്ട് കൊനോഹമാരു അവരോട് പറയും. ഷിനോ വണ്ടർ അടിച്ച് ചോദിക്കും, ഇത്രയും പവറുള്ള നിന്റെ ടീമിലെ മെമ്പേഴ്സ് ഇത്തരത്തിൽ അവരാണ് ഈ ചുനിയൻ എക്സാം എഴുതാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ളവര്, പിന്നെന്തിനാ നീ അവരെ മാത്രം മാറ്റി നിർത്തുന്നത്? അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഹനാബി അവളിപ്പോ അവിടേക്ക് വരിക. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഡിസ്കഷനും ഫുഡടിയും വെള്ളമടിയൊക്കെ ആയിട്ട് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യും. ഹനാബി ആണെങ്കിൽ അവളുടെ വ്യാഹു കണ്ണ് അതൊക്കെ അങ്ങനെ തുറപ്പിച്ച് കാണിച്ചു പറയും, എനിക്ക് ബൊറൂട്ടോയെ ഭയങ്കര ഇഷ്ടമാണ്, അവന്റെ ഒരു ബിഗ് സിസ്റ്റർ ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അനാബി കുടിച്ച് ലെക്ക് ഇട്ട് ഇപ്പൊ ഒരു പെഗ് എടുത്ത് ഷിനോ മാസ്റ്ററുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആൾക്കാണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ കിക്കായി ഇപ്പൊ ആളെ കൊണ്ട് ആളുടെ ഇൻസെക്റ്റുകളെ പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അടുത്ത സെക്കൻഡ് ഇപ്പൊ ഹൊക്കാഗയുടെ ഓഫീസിലേക്ക് ഒരു കോള് വരും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പറയും, ഷിനോ മാസ്റ്ററുടെ ഇൻസെക്റ്റുകള് അവറ്റകളുടെ കൺട്രോൾ പോയി ഇപ്പൊ ഷോപ്പ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അത് കേട്ട് നറൂട്ടോ ആള് ഷോക്കാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.